ഇതിനു മുന്നിലത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ യുഎൻ്റെ ഒരു പ്രസംഗമായിരിക്കെ. അവനാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ കമ്പനിയിലെ ആ ഒരു കമ്പനിയായിട്ട് ഇപ്പോൾ ഒരു കോൺട്രാക്ട് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗമായിരിക്കെ. ഇതേ ടൈം ജൂ ആണെങ്കിൽ ഇത് കണ്ടിട്ട് പറയുന്നുണ്ടാവുമായിരിക്കെ, ഇവനാണെങ്കിൽ ന്യൂസിലൊക്കെ കാണുന്നതിനും കാട്ടി ഭയങ്കര ചാമിങ് ആണല്ലോ എന്നൊക്കെ. അതേ ടൈം നമ്മുടെ യുഎൻ്റെ കൂടെ ഒരു പെണ്ണാണെങ്കിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ടൈം ലിന്നാണെങ്കിൽ കുശുമ്പ് വന്നിട്ട് അവളാണെങ്കിൽ അവിടുന്ന് മാറുന്നുണ്ടാവുമായിരിക്കും. ഇവക്ക് എന്തിനാമോ ഇത്രക്കാരം കുശുമ്പ്. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാരും ഡ്രിങ്ക്സ് അടിക്കുന്നതായിരിക്കും. അതേ ടൈം എങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടല്ലോ, അതായത് നമ്മൾ യുഎയും നമ്മളെ പെണ്ണും ഇങ്ങനെ റിലേഷൻഷിപ്പിലാണോ എന്ന്. അതാണെങ്കിൽ അവൻ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ സെന്നും മിങ്ങും ആണെങ്കിൽ അവൻ ഇങ്ങനെ തോണ്ടുന്നുണ്ടാവുമായിരിക്കും. സെന്നെ തോണ്ടിയതിന് അർത്ഥമുണ്ട്, മിങ് എന്തിനാമോ തോണ്ടിയിട്ടുണ്ടാവുക നമുക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടാവില്ലേ. ടൈം യുഎ ആണെങ്കിൽ മാക്സിമം ആ ഒരു ചോദ്യത്തിന് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇവര് സംസാരിക്കുന്നത് മൊത്തം നമ്മളെ ലിന്നാണെങ്കിൽ ഇങ്ങനെ ചെവി കോർത്ത് കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ജൂം ഇങ്ങും കൂടിയിട്ടാണെങ്കിൽ ഇവന്റെ റിലേഷൻഷിപ്പിനെ കൊണ്ട് ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം യുഎ ആണെങ്കിൽ പറയും എനിക്കിപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല എന്ന് പറയേ. അതേ ടൈം ജൂ ആണെങ്കിൽ പറയും നീ എന്തിനാ ഇങ്ങനെ റിലേഷൻഷിപ്പ് മറച്ചു വെക്കുന്നത്, നീ നിന്റെ ഗേൾ ഫ്രണ്ടിനോട് കുറച്ചും കൂടി ഹോണസ്റ്റ് ആവണ്ടേ. നിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളെ സെൻ അല്ലേ എന്ന് ചോദിക്കേ. സെൻ ആണെങ്കിൽ ഇത് കേൾക്കുന്ന ടൈം ഭഗവാനെ പെട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ പോകാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം മിങ് ആണെങ്കിൽ പറയൂ എല്ലാ മോളെ നീ ഇതെവിടെയാ പോകുന്നത്, ഇപ്പൊ ആണ് പാർട്ടി കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പറയൂ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോ, അല്ലെങ്കിൽ യുവന്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചോ, ഇനി ഒരു കുഴപ്പമില്ല എന്നൊന്ന് പറയുന്നുണ്ടാവും. ഈ പിള്ളേരാണെങ്കിൽ പിന്നെയും ചോദിക്കുക. അതേ ടൈം യുഎ ആണെങ്കിൽ പറയും ഞാനും സെന്നും ഇങ്ങനെ റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊന്നും പറയാണ്ട് നിൽക്കുന്നതെന്ന് പറയുക. അപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് പറയുന്ന ടൈം നമ്മൾ ലിന്നിൻ്റെ മുഖമാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടമായിരിക്കും. പക്ഷേങ്കിൽ ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്ന ടൈം ലിന്നിൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മിങ്ങാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടാവുമായിരിക്കും. അവൻ്റെ സന്തോഷം എന്നാണെന്ന് നമുക്കറിയാം. പക്ഷേ ലിന്ന് എന്തിനാ സന്തോഷിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം? നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യണേ. സംസാരം കഴിഞ്ഞ പാട് തന്നെ നമ്മളെ യുഎ ആണെങ്കിൽ നമ്മളെ ലിന്നിനെ ഇതുപോലെ തോണ്ടിയിട്ടാണെങ്കിൽ ചോദിക്കും എന്നാ നീ ഇങ്ങനെ ഹാപ്പി ആണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മളെ ലിന്നിനാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ. ഇതേ ടൈം നമ്മളെ സെന്നാണെങ്കിലും മിങ്ങിനോട് ചോദിക്കും എന്നാടാ നീ അതെങ്ങനെ ചിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കൂ. അതേ ടൈം മിങ്ങാണെങ്കിൽ പറയും എന്താ അറിയാ എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയൂ. പക്ഷെങ്കിൽ ഇവന്റെ ചിരിയും കളിയെല്ലാം കാണുന്ന ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ എന്തെല്ലോ ഡൗട്ട് അടിച്ചിട്ട് അവളിങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവനാണെങ്കിൽ എന്തെല്ലോ ഉടായിപ്പ് പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവൾ അവിടുന്ന് പോകും. ഇതേ ടൈം ആയിരിക്കും ഒരു പാസ്റ്റ് ആലോചിക്കുന്നുണ്ടാവും. എന്നാന്ന് വെച്ചാൽ ആ ഒരു കാർ പാർക്കിംഗ് നമ്മൾ യുഎയും നമ്മളെ സെന്നും സംസാരിക്കുന്നത് മിങ് കണ്ടിനല്ലോ. അപ്പൊ അതേ ടൈം നമ്മളെ സെൻ ആണെങ്കിൽ പോകുമ്പോൾ മിങ് ആണെങ്കിൽ നമ്മളെ യുഎൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയും നീയും അവളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ള കാര്യം ഞാൻ കേട്ടിന്, അതുകൊണ്ട് തന്നെ ഇനി നീ പെരുമാറുന്നത് ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം. നീയും അവളും ഇപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയം ഫ്യൂച്ചറിൽ അവൾ ഇടുന്ന എഫേർട്ടിനെല്ലാം നിന്റെയും കൂടി ഹെൽപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവളെ എഫേർട്ടിന് ഒരു വാല്യൂ ഇല്ലാത്തത് പോലെയാകും. അതുകൊണ്ട് നീ എല്ലാവരും മുന്നൊന്നും പറയണം ഞാനും അവളും തമ്മിൽ റിലേഷനിലായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പം ആണെങ്കിൽ നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ. എന്തുകൊണ്ടാണ് നമ്മളെ സെന്നും മിങ്ങും ഒപ്പരം നമ്മളെ യുഎനെ തോണ്ടിയെന്നുള്ള കാര്യം, തോണ്ടിയെന്നല്ല പറയാ ഇങ്ങനെ പിടിച്ച് വലിച്ചെന്നുള്ള കാര്യം. ഇതേ ടൈം നമ്മളെ ലിന്നും യുഎ ആണെങ്കിൽ കാർ പാർക്കിങ്ങിലൂടെ നടക്കുന്ന ടൈം നമ്മളെ ലിന്നാണെങ്കിൽ മനസ്സ് കല്ലാക്കിയിട്ട് ചോദിക്കുന്നുണ്ട് അവർക്ക് നീയും അവളും എന്തിനാ ബ്രേക്കപ്പ് ചെയ്തെന്നുള്ള കാര്യം. അതേ ടൈം യുഎ ആണെങ്കിൽ പറയൂ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വയ്യ തരാം, നീ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുന്ന ടൈം ഇങ്ങനെ ന്യൂ ഫ്ലേവറിന്റെ പോപ്കോണില്ലേ അതും എടുത്തിട്ട് മാത്രം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. അവൻ പോകുന്ന ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ആശ്വാസമായ ഒരു ഫീലില്ലേ, ആ ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ടാണെങ്കിൽ ഒരു മോട്ടോർ സൈക്കിളിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിന്റെ മോട്ടോർ സൈക്കിളെല്ലാം വിറ്റില്ലേ, പിന്നെ എങ്ങനെ നിനക്കിത് കിട്ടിയെന്ന്. അതേ ടൈം അവനാണെങ്കിൽ പറയൂ അതെല്ലാം വലിയൊരു കഥയാണ്, ഇതൊരു ബോണസ് ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്ന് പറയൂ. അങ്ങനെ അവരാണെങ്കിൽ അവരെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്ന ടൈം അവളാണെങ്കിൽ പറയൂ നിനക്കൊരു കാര്യം അറിയാം, എനിക്ക് ട്രാവലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയൂ. ഇത് മാത്രമല്ല എൻ്റെ ആഗ്രഹം തന്നെ ഈ ലോകത്ത് മൊത്തം
മൊത്തം പോയിട്ട് എല്ലാ സ്ഥലത്തുള്ള കാര്യങ്ങളും ഇങ്ങനെ ബ്ലോഗ് എടുക്കലാണെന്ന് പറയേ. എന്നിട്ട് അവളാണെങ്കിൽ പറയും ഇപ്പത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊന്ന് പറഞ്ഞ ടൈം അവനാണെങ്കിൽ പറയും എന്തുകൊണ്ട് നടക്കൂല എന്നൊന്ന് പറഞ്ഞിട്ട് അവളെ കീശന്ന് ബാഗ് എടുത്തിട്ടെന്നാ പറയുന്നത്. ബഗിടത്തരം മാത്രമേ പറയുന്നുള്ളൂ. ഫോൺ എടുത്തിട്ടാണെങ്കിൽ പറയും ഹലോ എവരി വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലോഗില്ലേ ആ ഒരു ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അവളും അവൻ്റെ കൂടെ കുറച്ച് നാണമുണ്ടെങ്കിലും അവളെന്തല്ലോ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഇങ്ങനെ ബ്ലോഗിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ടൈം അവനാണെങ്കിൽ ചോദിക്കും നിനക്കിങ്ങനെ അണ്ടർ വാട്ടർ ഉണ്ടാവില്ലേ അതുപോലത്തെ സ്ഥലത്ത് പോകുന്നതാണോ ഇഷ്ടം അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതാണോ ഇഷ്ടം എന്ന് ചോദിക്കുക. അതേ ടൈം അവളാണെങ്കിൽ പറയും എനിക്ക് ദൂരെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ എന്ന് പറയൂ. അങ്ങനെ അവർ രണ്ടാളും ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട് അവർക്ക്. അതേ ടൈം അവനാണെങ്കിൽ പറയൂ ഒരിക്കലും ഒരു കാറ്റിന് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റൂല, പക്ഷെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയേ. അതേ ടൈം അവക്കാണെങ്കിൽ ഒന്നും മനസ്സിലാക്കാണ്ട് അവനെ നോക്കുന്നുണ്ട് അവർക്ക്. പക്ഷെ അവനാണെങ്കിൽ അതെന്താന്ന് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തു കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ അവർ രണ്ടാളും ആണെങ്കിൽ അവരുടേതായിട്ടുള്ള ലോകത്തിൽ എന്തെല്ലോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ഒരു കുട്ടിയാണെങ്കിൽ അവിടത്തേക്ക് എന്തൊരു പൂവാറ്റം വിൽക്കാൻ വരുന്നുണ്ടാവുക. എന്തോ ഒരു പൂവല്ല റോസാപ്പൂ വിൽക്കാൻ വരുന്നുണ്ടാവുക. ആ ഒരു ചെക്കനാണെങ്കിൽ പറയുന്നുണ്ടാവുക ബ്രദർ നിങ്ങളെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു പൂവെങ്കിലും വാങ്ങോ പ്ലീസ് എന്ന് പറയുക. അപ്പൊ അവളാണെങ്കിൽ പറയൂ ഇവൻ എൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല എന്ന് പറയുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു കുഞ്ഞു ചെക്കൻ്റെ കൈമിലത്തെ എല്ലാ പൂവും വാങ്ങിയിട്ട് അതിലൊരു പൂ നമ്മളെ പെണ്ണിന് കൊടുക്കുന്നുണ്ടാവും. ഒരിക്കൽ ആ ഒരു പൂവ് കിട്ടുന്ന ടൈം നമ്മളെ പെണ്ണിന് കുറച്ച് സന്തോഷമെല്ലാം ഉണ്ടാവും. അതെങ്ങനെ ഇല്ലാണ്ട് നിൽക്കുക. അതേ ടൈം അപ്പുറത്തിരിക്കുന്ന കപ്പിളാണെങ്കിൽ പോപ്കോൺ തിന്നുന്നത് നമ്മളെ പെണ്ണ് കണ്ടിട്ട് നമ്മളെ ചെക്കിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക്. അതേ ടൈം അവനാണെങ്കിൽ സൂക്ഷിച്ചിട്ട് നോക്കിയിട്ടാണെങ്കിൽ പറയും എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ അണ്ടർ വാട്ടർ ഉണ്ടാവില്ലേ അവിടെ ഇങ്ങനെ വിൽക്കുന്നതാണെന്നാണ്, നമുക്ക് ഒരിക്കൽ പോയിട്ട് അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ചില സമയം നമ്മളെ പോപ്കോണും കൂടി അവിടെ വിൽക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ, ഇപ്പൊ കുറച്ചും കൂടി കസ്റ്റമേഴ്സിനെ കിട്ടുമല്ലോ എന്നൊക്കെ പറയൂ. അവർ രണ്ടാളും കൂടിയിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവർക്ക്. എന്നിട്ട് അവിടെ നിന്നാണെങ്കിൽ ഒരു പോപ്കോൺ വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അതാണെങ്കിൽ ഒരു കോണവും ഉണ്ടാവില്ലേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഉറപ്പായിട്ട് നമ്മളെ പോപ്കോൺ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിടിലം പോലെ അതിങ്ങനെ സെല്ലാവൂന്ന് പറയും. നമ്മളെ ചെക്കനും അതിനിങ്ങനെ സമ്മതിക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അവര് രണ്ടാളും ആണെങ്കിൽ അവരേതായിട്ടുള്ള സമയത്തിൽ ഒരുപാട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. നല്ല രസമായിരിക്കും രണ്ടാളെ കളികളും കാണേണ്ടിയിട്ട്. അവര് രണ്ടാളും ഒരുപാട് എൻജോയ് ചെയ്തിട്ട് നടന്നു വരുന്ന ടൈം അവളാണെങ്കിൽ പറയും ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഒരുപാട് ടൈം എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്, പക്ഷെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ടുവരാൻ ആരുമില്ല, എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ വന്നേന്നൊക്കെ പറയേ. അതേ ടൈം അവനാണെങ്കിൽ അവന്റെ സങ്കടങ്ങൾ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ പെണ്ണിനെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കില്ല, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയൂല, അങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക. അവക്കാണെങ്കിൽ ഒന്നും തിരിയാത്തത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ എന്തെയും അവിടുന്ന് പോകൂ. അവര് രണ്ടാളും ഡോൾഫിന്റെ ഷോ ഉണ്ടാവില്ല, ആ ഒരു ഷോ കാണാൻ പോകാന്നെന്ന് പറയുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ടാവും. അപ്പൊ അവളാണെങ്കിൽ പറയും എനിക്ക് അർജന്റാണ് ഞാൻ പോയിട്ട് വരുന്നെന്ന് പറയുന്ന ടൈം അവനാണെങ്കിൽ ചോദിക്കും എന്നാ സംഭവം എന്ന് ചോദിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും അത് ഒരു സെക്കൻഡ് ഹാൻഡ് AC ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതുകൊണ്ട് ഞാൻ അങ്ങനെ വേഗം പോകുന്നതെന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കും നിനക്കതിന് AC എങ്ങനെയാ ഇൻസ്റ്റാൾ ചെയ്യണേന്ന് അറിയോ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ അമ്മയും സെന്നും നമ്മളെ മിങ്ങും കൂടിയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അതേ ടൈം അമ്മയാണെങ്കിൽ മിങ്ങിനോട് പറയും നമ്മൾ എന്തെങ്കിലും ട്രബിൾ നിനക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സോറി ഉണ്ട് എന്ന് പറയും. അവനാണെങ്കിൽ പറയും അമ്മ അതൊന്നും കുഴപ്പമില്ലാന്ന് പറയേ. അതേ ടൈം അമ്മയാണെങ്കിൽ പറയും എനിക്ക് നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവളാണെങ്കിൽ പറഞ്ഞ് പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ മതിയെന്ന്. നമ്മൾ പെണ്ണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് നല്ലോണം അറിയാലോ. ആകെ 2 വട്ടമായിട്ടേ ഫുഡ് കുക്ക് ചെയ്തിട്ടുള്ളൂ, അത് മൊത്തം ഫ്ലോപ്പ് ആയിരിക്കും. പിന്നെ എങ്ങനെയാ അമ്മേനോട് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് കൊടുക്കുവാന്ന് പറയുക. ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടക്ക് അവനാണെങ്കിൽ ചോദിക്കും അമ്മ ഇവിടെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ചോദിക്കേ. അതേ ടൈം അമ്മയാണെങ്കിൽ പറയും കിച്ചണിൽ ഒരു പൈപ്പ് ലീക്ക് ഉണ്ട്, അത് നന്നാക്കാൻ കുറെ നമ്മൾ ട്രൈ ചെയ്തിന്. നീ ഇപ്പൊ ഇവിടെ ഇല്ലേ, നീ അത് നന്നാക്കി തരുമോന്ന് ചോദിക്കേ. അതേ ടൈം നമ്മളെ സെൻ ആണെങ്കിൽ പറയും അമ്മ മിങ്ങ നമ്മളെ ഗസ്റ്റ് ആണ്, നീ പറയുന്നതെന്ന് ചോദിക്കേ. അതേ ടൈം അമ്മയാണെങ്കിൽ പറയും അത് നന്നാക്കാൻ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ പൈസ
പൈസ കൊടുക്കേണ്ടി വരും. സെന്നാണെങ്കിൽ അതിന്റെ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഫ്യൂച്ചറിൽ ഇവൻ ഇങ്ങനെ ഡിന്നറിന് വിളിക്കാന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനെ നന്നാക്കാനൊന്നും അറിയില്ല. പക്ഷെ അവനാണെങ്കിൽ പറയും ഓക്കെ അമ്മ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നന്നാക്കാൻ പോകുക. പിന്നെ നമ്മൾ കാണുന്നത് അവൻ ഇങ്ങനെ നനഞ്ഞു കുളിച്ചിട്ട് നിൽക്കുന്നതായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും നിനക്ക് എന്താ പറ്റിയ മോനെ എന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും അത് പൈപ്പ് നന്നായി എന്നാ തോന്നുന്നേന്ന് പറയേ. എന്നിട്ട് അവളാണെങ്കിൽ പറയും നീ 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 ഇങ്ങനെ പോയിട്ട് തോർത്തിട്ട് ഞാൻ നിനക്ക് കുപ്പായ എടുത്ത് തരാതെന്ന് പറയൂ. അങ്ങനെ നമ്മളെ പെണ്ണും ചെക്കനും ഇതുപോലെ ഇരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ അവനോട് സോറി ചോദിക്കുന്നുണ്ടാവും ഒരിക്കൽ ഇതുപോലത്തെ കുരുട്ട് പരിപാടികൾക്കൊക്കെ വിളിച്ചത് കൊണ്ട്. അതേ ടൈം അവനാണെങ്കിൽ പറയൂ നിന്റെ കൂടെ ഇതുപോലത്തെ എക്സ്പീരിയൻസ് എല്ലാം പങ്കിടാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ പറയുന്നുണ്ടാവും ഒരിക്കൽ നമ്മൾ രണ്ടാളും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ അടുക്കുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാനാണ് എനിക്കിഷ്ടം എന്ന് പറയും. അതായത് ഇവർക്ക് രണ്ടാക്കും ഒപ്പരെ. അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കും നമുക്ക് ഫ്രണ്ട്സിനെയും കാട്ടി മുകളിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാതെ ചോദിക്കുന്നുണ്ട് അവർക്ക്. അപ്പൊ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കട്ടെ. അവളാണെങ്കിൽ പറയും ഓ നിന്റെ കുപ്പായം നനഞ്ഞിട്ടല്ലേ ഉള്ളത്, ഞാൻ പോയിട്ട് ഡ്രയർ എടുത്തിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് മുങ്ങുന്നുണ്ടാവും അവർക്ക്. അവനാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അവളാണെങ്കിൽ ഇപ്പൊ മുങ്ങിയതാന്നുള്ള കാര്യം. പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ജൂവും യിങ്ങും ലേലയിലാണെങ്കിൽ നമ്മളെ സെന്നിനും യുഎനെ കൊണ്ടെല്ലാം സംസാരിക്കുന്നതായിരിക്കും. ലേലക്കാണെങ്കിൽ നമ്മൾ യുഎനെ കണ്ടിട്ട് ക്രഷ് അടിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും ഇവനെ പോലത്തെ ഒരുത്തനായിട്ട് ഡേറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാവ് എത്ര നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ജൂ ആണെങ്കിൽ എന്തോ ഒരു ഡയറി കമ്പനിയാ എന്തോ ഒരു കമ്പനി, ആ ഒരു കമ്പനിയിലത്തെ എന്തോ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ ന്യൂസിൽ വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അവക്കാണെങ്കിൽ അതിൻ്റെ ഒരു വർക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ പറയും ഈ ഒരു വർക്ക് നമ്മളെ സെന്നിന് കൊടുക്കാന്നെന്ന് പറയുന്ന ടൈം തന്നെ സെൻ ആണെങ്കിൽ അവിടത്തെ എത്തിയിട്ടാണെങ്കിൽ ചോദിക്കും എന്ത് വർക്ക് എന്ന് ചോദിക്കും. അതേ ടൈം ജൂ ആണെങ്കിൽ പറയും ഇങ്ങനെ ഡയറി എന്ന അങ്ങനെ എന്തോ പറഞ്ഞ ഒരു കമ്പനി ഉണ്ടാവുമായിരിക്കും. ആ ഒരു കമ്പനീനെ കുറിച്ച് ഇങ്ങനെ ബാഡ് ന്യൂസ് ആണെങ്കിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇവളോടാണെങ്കിൽ പറയും ഇങ്ങനെ ആൾക്കാരുടെ റെസ്പോൺസ് ഉണ്ടാവില്ലേ 24 മണിക്കൂറിനുള്ളിൽ ആൾക്കാരുടെ റെസ്പോൺസ് ഉണ്ടാവില്ല. അതായത് ആരിലാന്ന് നെഗറ്റീവ് പറയുന്നത്, ആരിലാന്ന് പോസിറ്റീവ് പറയുന്നത്, ആരിലാന്ന് ന്യൂട്രൽ പറയുന്നത്, അവരെ ഒരു റെസ്പോൺസ് എടുത്തിട്ട് അതിനൊരു ചാർട്ട് തയ്യാറാക്കിയിട്ട് ആ ഒരു കമ്പനിക്ക് അയച്ചു കൊടുക്കലായിരിക്കും ഇവളെ പണി. അത് മാത്രമല്ല 4 മണിക്ക് അതായത് പൊലച്ചക്ക് 4 മണിക്കുള്ളിൽ അയച്ചു കൊടുക്കണമായിരിക്കും. കാരണം ആ ഒരാളാണെങ്കിൽ 4 മണിക്കായിരിക്കും പണി തുടങ്ങുന്നുണ്ടാവുക, അതായത് ഈ ഒരു കമ്പനിയിലത്തെ മുതലാളി. അതുകൊണ്ട് അതിന് മുന്നേ അയച്ചു കൊടുക്കണം എന്നൊക്കെ ജൂ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയുന്നുണ്ടാവുമായിരിക്കും. ശരിക്കും ഇത് ജൂന്റെ വർക്കായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ സെൻ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവളാണെങ്കിൽ അവളെ വർക്ക് നമ്മളെ സെന്നിന് കൊടുക്കുന്നുണ്ടാവുക. സെൻ ആണെങ്കിൽ പിന്നെ എത്ര കിട്ടിയാലും പഠിക്കൂലല്ലോ. ഈ ഒരു ജൂന്റെ വർക്കാണെങ്കിൽ അവള് പാതിരാത്രി വരെ ഇരുന്നിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ഇത് മെയിൽ അയക്കണല്ലോ. പക്ഷെ ആ ഒരു മെയിൽ ആണെങ്കിൽ ജൂ ഇവക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ. ജൂനെ ആണെങ്കിൽ വിളിക്കുന്ന ടൈം ജൂ ആണെങ്കിൽ കോളും എടുക്കുന്നുണ്ടാവില്ല. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എന്തോ ഒന്ന് ചെയ്തിട്ട് ഓക്കെ ഓൾ ഡൺ എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ഇനി എന്ത് അബദ്ധാന്നോ നല്ലതാന്നോ ദൈവത്തിന് മാത്രം അറിയാം. അണ്ണാണെങ്കിൽ ഇപ്പൊ ഒരു ന്യൂ പ്രൊഡക്റ്റിലെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെല്ലാം ഭവിഷ്യത്ത് ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ എന്നുള്ള ടെൻഷൻ ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് മാത്രം ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടാവുള്ളൂ. കമ്പനിക്ക് എന്തായാലും ഇവന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത് അവന്റെ വർത്താനത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഇതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ അതിനെ എതിർത്ത് പറയോ അങ്ങനെ രണ്ടും കൂടിയിട്ട് തച്ച് മരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ലിന്നാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ടാവുക. അവളാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ ചെവിട്ടിലാണെങ്കിൽ പറയും ആ ഒരു ഫാക്ടറി മാനേജറിലെ അവനൊരു പുതിയ കാർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. ഇതിനെന്തല്ലോ അർത്ഥങ്ങളുണ്ട്, 1 2 3 10,000 അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. ഈ ടൈം നമ്മൾ ജൂം സെന്നും ആണെങ്കിൽ അടിയാവുന്നുണ്ടാവുമായിരിക്കും. മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളെ ജൂനെ നമ്മളെ സെന്നെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. പക്ഷേ നമ്മളെ സെന്നാണെങ്കിൽ എന്തോ ഒരു മാറിയിട്ടായിട്ട് അയച്ചു പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മളെ സെന്നാണെങ്കിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ മൊത്തം പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ജൂ ആണെങ്കിൽ ചോദിക്കും എന്ത് നീ എന്നെ കുറ്റപ്പെടുത്തുന്നാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സെന്നിനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും മിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മൾ സെന്നിനോട് എന്തോ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് വരാൻ പറയുന്നുണ്ടാവുക. അതേ ടൈം സെന്നാണെങ്കിൽ പറയും നീ ഒരു 2 മിനിറ്റ് പുറത്ത് നിൽക്ക്, ഞാൻ എൻ്റെ കൊളീഗുമായിട്ടുള്ള പ്രശ്നം തീർത്തിട്ട് വരാമെന്ന് പറയും. എന്നിട്ട് നമ്മളെ സെന്നാണെങ്കിൽ ദേഷ്യത്തിൽ എന്തെല്ലാം നമ്മളെ ജൂനോട് പറയുന്നുണ്ടാവുമായിരിക്കും. നീ ചെയ്യേണ്ട വർക്ക് നീ തന്നെ ചെയ്യണം, നീ എനിക്ക് തന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സെന്നാണെങ്കിൽ നല്ല മാസ് ഡയലോഗ് കൊടുത്ത് അടിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവും. ഇവര് രണ്ടാളും എവിടെയാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലിന്നാണെങ്കിൽ ഒരു കാര്യം വന്നിട്ട് നമ്മളെ ചെക്കൻ്റെ ചെവിട്ടിൽ പറഞ്ഞല്ലോ അതിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കേണ്ടിട്ടായിരിക്കും.
രണ്ടും കൂടിയിട്ടാണെങ്കിൽ ആ ഒരു ഫാക്ടറി മാനേജർ പുതിയ കാറില്ലേ അതിനാണെങ്കിൽ ഇങ്ങനെ സ്ക്രാച്ച് ഇടുന്നുണ്ടാവും അവർക്ക്. അതേ ടൈം അവിടത്തേക്ക് ഒരു അസിസ്റ്റന്റ് ഏതൊരു ചെക്കൻ വരുന്നുണ്ടാവും അവർക്ക്. അവനാണെങ്കിൽ ഇത് കണ്ടിട്ടാണെങ്കിൽ പറയും, എന്ത് പുതിയ കാറിന് എങ്ങനെ സ്ക്രാച്ച് വന്നത്, ഞാൻ എൻ്റെ ബോസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ മാനേജറെ വിളിക്കാൻ നോക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഇങ്ങനെ പാർക്കിംഗ് ചെയ്യുന്ന ടൈം അറിയാണ്ടായി പോയതാണ്, നിങ്ങളോട് എനിക്കൊരു ഫേവർ ചോദിക്കാനുണ്ട് എന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ പറയും, എന്ത് ഫേവറാ, എന്ത് ഫേവറാന്ന് ഞാൻ ചെയ്തു തരേണ്ടത്, ഞാൻ അത്രക്കാലം റിച്ച് ഒന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തെല്ലോ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം അവളാണെങ്കിൽ പറയും, നമ്മളെ കാറിന്റെ ഡാഷ് ക്യാമിന്റെ ബാറ്ററി തീർന്നിട്ടുള്ളത്, നിങ്ങളെ ഡാഷ് ക്യാം ഒരിക്കൽ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഫുട്ടേജ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം, നമ്മൾ വേണമെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും അയക്കാം, പക്ഷെങ്കിൽ ആ ഒരു ക്യാമറ ഫുട്ടേജ് ഒരിക്കൽ കാണിച്ചു തരുമെന്ന് ചോദിക്കുക. ഇതേ ടൈം ആ ഒരു ചെക്കിന്റെ മനസ്സിലേക്കാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻ വന്നിട്ട് അവനാണെങ്കിൽ പറയും, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ മിങ്ങിനെ വിളിക്കും. അപ്പൊ മിങ്ങാണെങ്കിൽ ചോദിക്കും, വാവ്, ഇങ്ങനെ ഡാഷ് ക്യാമിന്റെ ഫുട്ടേജ് ഇങ്ങനെ ഫോണിലൊക്കെ ഉണ്ടാവുമോ, നിങ്ങൾ അടിപൊളിയാണല്ലോ, എത്ര മാസത്തെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം അവനാണെങ്കിൽ പറയും, നോക്കൂ ഒരാഴ്ച മുന്നിലത്തെ ഉണ്ട് എന്നൊക്കെ പറയേ. നമ്മളെ ചെക്കനാണെങ്കിൽ ഈ ഒരു പയ്യൻ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഒരു ഫോണ് വാങ്ങുന്നുണ്ടാവും ഒരിക്കൽ. ഈ ടൈം മെങ്ങാണെങ്കിൽ നമ്മളെ പെണ്ണിനൊരു സിഗ്നൽ കൊടുക്കുന്ന ടൈം അവളാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പയ്യനെ വിളിച്ചിട്ടാണെങ്കിൽ പറയും, നോക്കൂ ഇതിങ്ങനെ മായ്ക്കുന്ന ടൈം ഈ ഒരു സ്ക്രാച്ച് ആണെങ്കിൽ പോകുന്നുണ്ട് എന്ന് പറയേ. അതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ എന്തോ ഒരു ഫൂട്ടേജ് ആണെങ്കിൽ അവന്റെ ഫോണിലേക്ക് പകർത്തുന്നുണ്ടാവും ഒരിക്കൽ. എന്നാണ് ഇപ്പൊ കാണിക്കുന്നുണ്ടാവില്ലേ. ഈ ഒരു പയ്യനാണെങ്കിൽ ആ ഒരു സ്ക്രാച്ച് പോയ സന്തോഷത്തിലായിരിക്കും, അവനാണെങ്കിൽ ഈ ഒരു ഫോണ് നമ്മളെ മിങ്ങിന്റെ കൈമിൽ കൊടുത്ത കാര്യം മറന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനെ ആ ഒരു പയ്യൻ പോകുന്ന ടൈം നമ്മളെ ജെന്നാണെങ്കിൽ ചോദിക്കും, എന്തായി എന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ പറയും, എല്ലാം എൻ്റെ കൈമിലുണ്ട്, എൻ്റെ അടുത്ത് വേറൊരു പ്ലാനും കൂടി ഉണ്ട് എന്ന് പറയൂ. അതേ ടൈം യു ആണെങ്കിൽ ലിന്നിനോട് ന്യൂ ഫ്ലേവറിന്റെ ആ ഒരു പോപ്കോൺ എടുത്തിട്ട് വരാൻ പറയുന്നുണ്ടാവില്ലേ. അവളാണെങ്കിൽ വരുന്ന ടൈം ഇവനാണെങ്കിൽ ഒരു കാറിനെ കൊണ്ടെല്ലാം കളിക്കുന്നതായിരിക്കും. ഈ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അവളോട് പറയും, നീ ഒരു സംഭവം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നോന്ന് ചോദിക്കുക. ഇതിന്റെ പേരെന്റെ വായുടെ തുമ്പത്തുണ്ട്, പക്ഷേ എനിക്ക് വായുന്ന പുറത്തേക്ക് വരുന്നില്ല, അതെന്നാന്ന് എനിക്ക് ഓർമ്മയില്ലേ. അതേ ടൈം ആ ഒരു സംഭവം കളിക്കാന്ന് ചോദിക്കുക. അവളാണെങ്കിൽ പറയും, ഇതെല്ലാം ചെറിയ കുട്ടികളതല്ലേ, ഞാൻ കളിക്കുന്നൊന്നും ഇല്ല എന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ നിർബന്ധിക്കും. അപ്പൊ അവനാണെങ്കിൽ ചോദിക്കും, എന്നാ നിനക്കിങ്ങനെ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, അയ്യേ, കുഞ്ഞു കുട്ടികളെ സംഭവങ്ങൾക്ക് ആർക്കെങ്കിലും പേടി ഉണ്ടാവോ എന്ന് ചോദിക്കുന്ന അതേ ടൈം ആയിരിക്കും അതിലാണെങ്കിൽ പേടിപ്പിക്കുന്ന എന്തല്ലോ വരുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പേടിച്ച് വിറച്ച് നമ്മളെ ചെക്കൻ്റെ കയ്യെല്ലാം പിടിച്ചിട്ടായിരിക്കും ഒരു ഗെയിം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം രണ്ടാളും ആണെങ്കിൽ പോപ്കോൺ എല്ലാം തിന്ന് പുറത്തോട്ട് നടക്കുന്ന ടൈം അവരും രണ്ടാളും ആണെങ്കിൽ കുറച്ചും കൂടി അടുത്തിട്ടുണ്ടാവുമായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കൂ, നീ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിക്കുക. അവളാണെങ്കിൽ ചോദിക്കൂ, എന്ത് ചാൻസ് എന്ന് ചോദിച്ചിട്ട് അവനിങ്ങനെ നോക്കുന്ന ടൈം അവനാണെങ്കിൽ വിചാരിക്കും ഇത് തന്നെയാ ചാൻസ് എന്ന് വിചാരിച്ചിട്ട് അവളെ കയ്യും പിടിച്ചിട്ട് നടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവളാണെങ്കിൽ എതിർത്തിട്ട് ഒന്നും പറയുന്നുണ്ടാവില്ല. ഇതിന്റെ അർത്ഥം എന്നാണ് ലവ് ലവ് ലവ്. പിന്നെ ഇവരൊരു ന്യൂ പോപ്കോണിന്റെ ലോഞ്ചിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ അതിനെ കൊണ്ട് ഇങ്ങനെ പുകഴ്ത്തിയിട്ടൊക്കെ പറയുന്ന അതേ ടൈം സണ്ണാണെങ്കിൽ നമ്മളെ ലിന്നിനാണെങ്കിൽ ഒരു കണ്ണ് കാണിച്ചു കൊടുക്കുക. അതേ ടൈം ലിന്നാണെങ്കിൽ പറയും, എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ വർക്കബിൾ ആണെന്നാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കൂലെന്ന് പറയും. അപ്പൊ സണ്ണിനാണെങ്കിൽ മനസ്സിലാവുക, അവനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്ന കൊണ്ട് അവനാണെങ്കിൽ പിന്നെയും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ അവന്റെ ഡീമോട്ടിവേറ്റ് ആര് കേൾക്കാനാ, നമ്മളെ കേൾക്കുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്ന ടൈം മിങ് ആണെങ്കിൽ സണ്ണിനോട് പറയും, ഒരു 2 സെക്കൻഡ് അവിടെ നിൽക്കുമെന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ എന്ത് ചെയ്യും, ഇന്നലെ എടുത്ത ആ ഒരു ഓഡിയോ ആണെങ്കിൽ നമ്മൾ ചെക്കിന് കാണിച്ചു കൊടുക്കും. അതായത് ആ ഒരു ഫാക്ടറി മാനേജറും നമ്മളെ സണ്ണും തമ്മിൽ എന്തോ ഒരു ഡീൽ ഉണ്ടാവുമായിരിക്കും. ആ ഒരു ഡീലായിരിക്കും ആ ഒരു ഓഡിയോയിൽ ഉണ്ടാവുക. അത് കേട്ട പാട് തന്നെ നമ്മളെ സണ്ണിന്റെ കിളി മൊത്തം പോകുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ചോദിക്കും, ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുക. അപ്പൊ നമ്മളെ മിങ്ങാണെങ്കിൽ പറയും, ഇതിൽ പറഞ്ഞതല്ല സത്യമല്ലേ, അത് അത്രേ ഉള്ളൂ എന്ന് പറയും. ഇതേ ടൈം നമ്മളെ സെന്നിന്റെ കമ്പനിയിൽ നോക്കുന്നതാണെങ്കിൽ ബോസ് ആണെങ്കിൽ വന്നിട്ട് പറയും, മെറ്റോൺ ഫുഡില്ലേ, അതായത് നമ്മളെ ചെക്കൻ്റെ കമ്പനി, അവരാണെങ്കിൽ ന്യൂ ഫ്ലേവർ ഇങ്ങനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. ആ ഒരു പ്രൊജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. ഐ തിങ്ക് ഇതൊരു 2 മില്യന്റെ പ്രൊജക്റ്റ് ആണ്. ഇതിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആകേണ്ട ഒരു കാര്യമാണ് എന്ന് പറയേ. 2 മില്യൺ എന്ന് കേൾക്കുന്ന ടൈം തന്നെ എല്ലാവരും കണ്ണും മഞ്ഞളിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് ബോസ് ആണെങ്കിൽ പറയും, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കണം, ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടീം യിങ്ങാണെങ്കിൽ നമ്മൾ സെന്നിനോട് പറയും, വാവ്, ഇതെല്ലാം നടക്കുന്നത് നിന്നെ കൊണ്ട് മാത്രം നോക്കാ പറഞ്ഞിട്ട് നമ്മളെ സെന്നിനെ പുകഴ്ത്തി പറയുന്നുണ്ടാവും. ഇതൊന്നും നമ്മളെ ജൂൺ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മളെ ബോസ് പറഞ്ഞ പോലെ ഇവരെ ഒരു മീറ്റിംഗ് ആയിരിക്കും കാണുന്നുണ്ടാവുക. അതേ ടൈം ഈ ഒരു ന്യൂ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ആരെല്ലാം ഇങ്ങനെ നിൽക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ
കൈ പൊന്തിക്കുക. ആദ്യം ഈ ഒരു മെറ്റോൺ ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ നമ്മളെ പെണ്ണ് മാത്രമായിരിക്കും കൈ പൊന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഈ ഒരു പ്രാവശ്യമാണെങ്കിൽ നമ്മൾ ജൂവും കൂടി കൈ പൊന്തിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം സെൻ ആണെങ്കിൽ പറയും, എന്ത് നിങ്ങളിലെ പണ്ട് കൈ പൊന്തിക്കാടുന്നത് ഇപ്പൊ എന്തിനാ കൈ പൊന്തിക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈം ബോസ് ആണെങ്കിൽ പറയും, നമുക്കിതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്താൽ എന്താണെന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ സെൻ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. കാരണം അവൾ ഇത്രത്തോളം എത്തിക്കാൻ അവൾ എത്രത്തോളം കഷ്ടപ്പെട്ടിനെന്ന് അവൾക്ക് നല്ലോണം അറിയായിരിക്കും. പക്ഷെ ബോസ് ആണെങ്കിൽ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആർക്കാണോ ഇതിനകത്തുനിന്ന് ലാഭം കിട്ടുന്നത് അവർക്ക് ആ ഒരു ലാഭം മൊത്തം എടുക്കുക, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെ ഇതേ ടൈം നമ്മളെ ജു ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചോണ്ട് നമ്മളെ സെന്നിനെ നോക്കുന്ന ടൈം സെൻ ആണെങ്കിൽ ഇതുപോലെ ദേഷ്യം പിടിച്ചോണ്ട് നമ്മളെ ജൂനെ നോക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. എൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാവ് കുഴഞ്ഞ് പണ്ടാരടങ്ങിന്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്നും ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാനിരിക്കുന്നുണ്ട്. അപ്പം അധികം ഒന്നും പറയണം. ബൈ 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 ബൈ.